ഈ ഒരു വീഡിയോ തികച്ചും ദൈവഭക്തർക്ക് വേണ്ടി മാത്രമുള്ളവരാണ്. നിരീശ്വരവാദികളും ദൈവത്തെ വിശ്വാസമുള്ള ആൾക്കാരൊക്കെ സൈഡിലേക്ക് മാറി നിന്ന് കരയുക. അപ്പോൾ നിങ്ങൾ അമ്പലത്തിലോ ചർച്ചിലോ പള്ളിയിലൊക്കെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തെ കരഞ്ഞു വിളിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്നും സാധിച്ചിരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാവും. എന്നാൽ പലർക്കും സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. നിങ്ങൾ എത്രത്തോളം സമയം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അത്രയും സമയം അല്ലെങ്കിൽ അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫുൾ ടൈം അമ്പലത്തിൽ ഇത് ചർച്ചിലൊക്കെ പോയി അങ്ങനെ ഇരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം നമുക്ക് നമ്മുടേതായ പല കാര്യങ്ങളും നോക്കാനുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുള്ള പൈസ, അതായത് നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവാക്കി ഉണ്ടാക്കുന്ന പൈസ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. എത്ര പൈസ കൊടുക്കുന്നോ അതിൻ്റെതായ രീതിയിൽ ദൈവം നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുന്ന ആളാണെങ്കിൽ അതിലൊരു 100 രൂപ ദൈവത്തിന് വേണ്ടി സ്പെൻഡ് ആക്കുക. എന്നിട്ട് നിങ്ങൾ 1 ലക്ഷം വാങ്ങുന്ന ഒരാളാണെങ്കിൽ 100 രൂപ കൊടുത്തിട്ട് കാര്യമില്ല, ഒരു 10,000 കൊടുക്കണം. കാരണം നിങ്ങൾ എത്ര വാങ്ങുന്നു അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം. 1000 രൂപയുള്ളവൻ 100 കൊടുക്കുന്നതും 1 ലക്ഷം രൂപ കിട്ടുന്നവൻ 10,000 കൊടുക്കുന്നതും സെയിം ആണ് ദൈവത്തിന് മുന്നിൽ. രണ്ടാക്കും ഒരേ രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നു അതിന് കണക്കായിട്ടുള്ള പൈസ വേണം ദൈവത്തിന് കൊടുക്കാൻ. എന്നാൽ മാത്രമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവം സാധിച്ചെത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ല, ദൈവത്തിന്റെ പേരും പറഞ്ഞ നാട്ടുകാരെ പറ്റി ജയിക്കുന്ന ഒരു വേട്ടാവളിയം പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തിനാണ് നമ്മൾ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നത്? ദൈവങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മളുടെ സമയം കളഞ്ഞുണ്ടാക്കിയതാണ് ഈ വെൽത്ത് എന്ന് പറയുന്നത്. ഈ വെൽത്ത് അങ്ങോട്ട് കൊടുക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേവനെ സമർപ്പിക്കുക, അത് ഭണ്ഡാരത്തിൽ എങ്ങനെയാണെങ്കിലും സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ നമ്മളെ സമയമാണ് അവിടെ കൊടുക്കുന്നത്. മനസ്സിലായി? നമ്മളെ സമയം ചിലവാക്കി ഉണ്ടാക്കിയ പണമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവന്റെ ശമ്പളത്തിൽ നിന്ന് 50 കോടി ഉള്ളവനാണ്. മനസ്സിലായി? ഇവന്റെ ശമ്പളത്തിൽ 100 രൂപ കൊടുക്കുന്നത്, ആ 1 കോടി കൊടുത്തവന് 100 കൂടുതൽ സമാനം. അവൻ സമയമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദൈവവിശ്വാസത്തെ വിറ്റ് ജീവിക്കുന്ന കുറെ വേട്ടാവളയന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്തിന്? പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കാൻ കുറെ ആൾക്കാർ വേറെ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഉള്ളിടത്തം കാലം ഇവന്മാരൊക്കെ ഇതുപോലെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇതുപോലെ മണ്ടത്തരം പറഞ്ഞ് ജീവിക്കാൻ പറ്റും. അല്ല, ഇവന്മാർക്ക് പൈസയാണല്ലോ വേണ്ടത്, അതിനുവേണ്ടി എന്ത് ചെയ്യും.